നിങ്ങൾ അറിഞ്ഞു കാണും, അതായത് മാർച്ച് 11 മുമ്പ് സീനിയർ കെയറിനോ അല്ലെങ്കിൽ പിന്നെ കെയർ വിസയ്ക്കൊക്കെ അപ്ലൈ ചെയ്തവർ, സ്കിൽഡ് ആയിട്ടുള്ള വിസയ്ക്ക് അപ്ലൈ ചെയ്തവർക്ക് പിന്നെ ഡിപ്പെൻഡിനെ കൊണ്ടുവരാം, അങ്ങനെ വേറൊരു പ്രശ്നവുമില്ല. പക്ഷേ മാർച്ച് 11 ശേഷം ആണ് നിങ്ങൾ പിന്നെ സീനിയർ കെയറിനോ അല്ലെങ്കിൽ കെയർ വിസയ്ക്കോ അപ്ലൈ ചെയ്യാൻ നിൽക്കുകയാണെങ്കിൽ അത് പിന്നെ ഡിപ്പെൻഡൻസിനെ കൊണ്ടുവരാൻ പറ്റില്ല. അത് പിന്നെ നിങ്ങളുടെ വിസയെ ബാധിക്കും, വിസ റെഫ്യൂസലുണ്ടാവും. ഇപ്പോൾ ഒരുപാട് ആൾക്കാർക്ക് വിസ റിജക്ഷൻ വന്നുകൊണ്ടിരിക്കുകയാണ്. അപ്പോൾ കാര്യം എന്തെന്ന് പറഞ്ഞാൽ മാർച്ച് 11 ശേഷം പിന്നെ സീനിയർ കെയറിലോ അല്ലെങ്കിൽ കെയർ വിസയിലോട്ടോ മാറിയവർക്കാണ് അങ്ങനത്തെ പ്രശ്നം വന്നുകൊണ്ടിരിക്കുന്നത്. അപ്പോൾ നമുക്ക് ഇങ്ങനെ ഒരു മെസ്സേജ് വന്നിട്ടുണ്ടായിരുന്നു, ഇതുപോലെ ഒരു സുഹൃത്ത് വാട്സപ്പിൽ അയച്ചു തന്നതാണ്. അതായത് പുള്ളിയുടെ മദറിൻ്റെ ഫ്രണ്ട് ഓൾറെഡി ഇവിടെ വന്നിട്ടുണ്ടായിരുന്നു, ഈ പറഞ്ഞ വിസയിൽ തന്നെ, നേഴ്സിൻ്റെ വിസയിൽ ഇവിടെ വന്നിട്ടുണ്ടായിരുന്നു. അപ്പോൾ പുള്ളിയുടെ മദറും അതുപോലെ തന്നെ എൻ്റെ അമ്മ കെയർ വിസയിൽ UK വന്ന് ഇറ്റ്സ് 3 years 3 വർഷമായി. ആൻഡ് കോഴ്സിന് അപ്ലൈ ചെയ്തിട്ട് വെയിറ്റ് ആകുവാണ്. ബട്ട് എൻ്റെ അമ്മേനേക്കാളും 3 മാസം മുമ്പ് വന്ന എൻ്റെ അമ്മയുടെ ഫ്രണ്ട്, അതായത് അവൻ്റെ അമ്മയുടെ ഫ്രണ്ട് സെയിം സ്പോൺസർ വിസ ഹോം ഓഫീസ് റിജക്റ്റ് ചെയ്തു. അപ്പോൾ റീസൺ പറയുന്നത് ഓവർ ഇമിഗ്രൻസിൻ്റെ പിന്നെ റീസൺ കൊണ്ടാണ് കൊണ്ടുവരുന്ന എന്ന് ഒരു റീസൺ കൊണ്ടാണ് വിസ റിഫ്യൂസ് ചെയ്തത് അവർ. സോ എല്ലാം കൂടെ മൊത്തത്തിൽ അവൻ കൺഫ്യൂസ്ഡ് ആണെന്ന് പറഞ്ഞിട്ട് ഒരു ഇത് മെസ്സേജ് അയച്ചിട്ടുണ്ടായിരുന്നു. അതായത് അവൻ്റെ അമ്മയുടെ ഫ്രണ്ടിന് ഇങ്ങനെ ഒരു ഇഷ്യൂ വന്നുകൊണ്ട് പിന്നെ അവരുടെ വിസയും എക്സ്പയർ ആവുന്നത് 2 മാസം, വിത്തിൻ 2 months വിസ എക്സ്പയർ ആവുമെന്നാണ് പറയണത്. ഇത് പിന്നെ അഫക്റ്റ് ചെയ്യുമെന്നൊക്കെ ചോദിച്ചിട്ടാണ് പിന്നെ മെസ്സേജ് അയച്ചത്. അപ്പോൾ ഒരുപാട് ആൾക്കാർക്ക് ഇങ്ങനെ ഒരുപാട് പ്രശ്നങ്ങൾ പിന്നെ അഫക്റ്റ് ചെയ്തുകൊണ്ടിരിക്കുകയാണ്. അപ്പോൾ മെയിനായിട്ടെന്ന് പറയുമ്പോൾ ഇപ്പോൾ വിസയുടെ ഈ ഒരു പ്രശ്നം കാരണം ഒരുപാട് കോഴ്സിന് അപ്ലൈ ചെയ്യുന്നവർ, മറ്റേ കെയർ വിസ എടുത്തിട്ട് കോഴ്സിന് അപ്ലൈ ചെയ്യുന്നവർക്ക് ഇപ്പോൾ ഒരുപാട് വെയിറ്റിംഗ് ആണ്. അവർക്കൊന്നും പിന്നെ കിട്ടുന്നില്ല, കാരണം റിജക്ഷനാണ് വന്നുകൊണ്ടിരിക്കുന്നത്. അപ്പോൾ ശരിക്കും പറഞ്ഞാൽ പിന്നെ മെയിനായിട്ട് നിങ്ങൾ ശ്രദ്ധിക്കേണ്ട കാര്യം എന്ന് പറയുമ്പോൾ അതായത് ഇപ്പോൾ കെയറായിട്ട് വർക്ക് ചെയ്യുന്ന ആൾക്കാർ, ഡിപ്പെൻഡൻ്റായിട്ടൊക്കെ വർക്ക് ചെയ്യുന്ന ആൾക്കാർക്ക് ഇനി അവരുടെ വിസ തന്നെ ക്യാൻസൽ ചെയ്യണം. റിന്യൂ ചെയ്യേണ്ട ടൈമിൽ വിസ ക്യാൻസൽ ചെയ്ത് വിസ ക്യാൻസൽ ചെയ്യേണ്ട അവസ്ഥ വന്നുകൊണ്ടിരിക്കുകയാണ്. കാരണം ഇവരുടെ ബെനിഫിറ്റ്സ്, അതായത് UK ബെനിഫിറ്റ്സ്, PR കിട്ടിക്കഴിഞ്ഞാൽ, ഇവിടെ PR കിട്ടിക്കഴിഞ്ഞാൽ ഒരുപാട് ബെനിഫിറ്റ്സ് കാര്യങ്ങളൊക്കെ ഉണ്ട്, അതൊക്കെ ക്ലെയിം ചെയ്യും. അപ്പോൾ UK പിന്നെയും സാമ്പത്തിക നഷ്ടത്തിലോട്ട് പോവും എന്നൊക്കെ ഉള്ള ഒരു പിന്നെ ഇതിലാണ് റീഫോം പാർട്ടി ഇപ്പോൾ പ്രാദേശിക ഇലക്ഷനിലൊക്കെ അവരാണ് ഇപ്പോൾ മുമ്പിൽ നിൽക്കുന്നത്. ലേബർ പാർട്ടിയാണ് കീർ സ്റ്റാർമറെങ്കിൽ നൈജൽ ഫറാജ് റീഫോം പാർട്ടിയുടെ അടുത്ത് വരാൻ സാധ്യതയുള്ള ഒരു പാർട്ടിയാണ്. റീഫോം പാർട്ടി വന്നു കഴിഞ്ഞാൽ ഇവർ ILR ഷബാന മുഹമ്മദ്, ഇപ്പോഴത്തെ ഹോം സെക്രട്ടറി, 5 to 15 വർഷമെന്ന് പറഞ്ഞത് ഇവർ എന്തായാലും എടുത്ത് മാറ്റാൻ പോവുകയാണ് റീഫോം പാർട്ടി വന്നു കഴിഞ്ഞാൽ. അപ്പോൾ പിന്നെ PR അത് ബാധിക്കും, PR ഉണ്ടാവില്ല. അപ്പോൾ ഇവിടെ നിൽക്കുന്ന ആൾക്കാർക്ക്, ഇപ്പോൾ വന്ന ആൾക്കാർക്കൊക്കെ ബുദ്ധിമുട്ടാണ്. അപ്പോൾ കഴിഞ്ഞ കൊല്ലം നോക്കുകയാണെങ്കിൽ, അതിൻ്റെ സ്റ്റാറ്റിസ്റ്റിക്സ് നോക്കുകയാണെങ്കിൽ 1,50,000 ഓളം സ്റ്റുഡൻസ് അല്ലെങ്കിൽ കുട്ടികൾ നാട്ടിൽ നിന്ന് പറഞ്ഞ് കുറഞ്ഞിട്ടുണ്ട്. പിന്നെ ഈ ഒരു ഷബാന മഹ്മൂദിൻ്റെ ILR ഒരു പ്രശ്നം വന്നപ്പോൾ. അപ്പം നൈജൽ ഫറാജ് എന്ന് പറഞ്ഞാൽ റീഫോം പാർട്ടി ഇനി വരികയാണെങ്കിൽ ഇത് മൊത്തം ഉണ്ടാവില്ല, അതായത് UK ഇനി ആർക്കും വരാൻ പറ്റാത്ത ഒരു അവസ്ഥയിലാകും. മുമ്പൊക്കെ എല്ലാ ആൾക്കാരും നാട്ടിൽ നിന്ന് പിന്നെ ഗൾഫ് കൺട്രീസിലാണ് പോയിക്കൊണ്ടിരുന്നെങ്കിൽ ഇന്ന് എല്ലാവരും പാശ്ചാത്യ രാജ്യങ്ങളിൽ, അതായത് ബ്രിട്ടൻ, ഓസ്ട്രേലിയ, ന്യൂസിലൻഡൊക്കെ പോലത്തെ രാജ്യങ്ങളിലാണ് കുടിയേറുന്നത്. അപ്പോൾ ഏറ്റവും കൂടുതലും UK ബ്രിട്ടനിലാണ് ആൾക്കാർ കൂടുതലും, സ്റ്റുഡൻസ് ആയാലും സ്കിൽഡ് വർക്കിലായാലും വന്നുകൊണ്ടിരിക്കുന്നത്. അപ്പോൾ ഇതൊക്കെ വരുമ്പോഴേക്കും അവർ PR കിട്ടിക്കഴിഞ്ഞാൽ അവർക്കുള്ള ബെനിഫിറ്റ്സ്, പിന്നെ ഇവിടെയുള്ള ഓരോ സിറ്റീസനും കിട്ടുന്ന അതേ ബെനിഫിറ്റ്സ് ആണ് അവർക്ക് കിട്ടുന്നത്. ചൈൽഡ് ബെനിഫിറ്റ് ആയാലും, അല്ലെങ്കിൽ പിന്നെ സ്കൂളിൻ്റെ ഇതിലായാലും, അല്ലെങ്കിൽ എന്തെങ്കിലും ക്ലെയിം ചെയ്യാനുണ്ടെങ്കിൽ സീനിയർ കെയറിൻ്റെ ഒക്കെ ആയാലും, ഫ്രീഡം പാസ് ആയാലും, ഇതൊക്കെ അവർക്ക് കിട്ടുകയാണ്. അപ്പോൾ ഇവർക്ക് എന്ന് പറയുമ്പോൾ UK നല്ല രീതിയിൽ അവർക്ക് അത് ബാധിക്കുന്നുണ്ട്. UK ഒരു അവരുടെ GDP-നെയൊക്കെ നല്ല രീതിയിൽ ബാധിക്കും എന്നൊക്കെ ഉള്ളൊരു ഇത് വ്യക്തമായ ഒരു പ്ലാൻ ഉള്ളതുകൊണ്ടാണ് ഇവർ എന്ത് ചെയ്യാൻ പോകുന്നത്, ഇങ്ങനത്തെ കാര്യങ്ങളൊക്കെ റിഫ്യൂസൽ വരുന്നത്. അപ്പോൾ ഇനിയുള്ള അങ്ങോട്ട് എന്തായി തീരും എന്നൊന്നും
നമുക്ക് ഒരിക്കലും അപ്ഡേറ്റ് പറയാൻ പറ്റില്ല. ഇനിയുള്ള അപ്ഡേറ്റ് റീഫോം പാർട്ടി വന്നു കഴിഞ്ഞാൽ മെയിൻ ഇലക്ഷൻ ഇനി വരാൻ പോകുന്നതുള്ളൂ. അതിൽ ഉറപ്പായിട്ട് റീഫോം വന്നു കഴിഞ്ഞാൽ ഇങ്ങനെയൊക്കെ ഒരുപാട് മാറ്റങ്ങൾ വരും. അത് ഇനിയുള്ള ആൾക്കാർ കുടിയേറ്റക്കാർക്ക് അത് വലിയൊരു ഭീഷണിയായി മാറും.